ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പി നോക്കാം. നമ്മൾ 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടലമാവാണ് ചേർക്കുന്നത്. കടലമാവ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഏത് ടൈപ്പ് മഷ്റൂം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. മഷ്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. മഷ്റൂം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും വളരെ ചെറിയൊരു ക്യൂബ് ബട്ടറും പിന്നെ കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി ചെറിയ ഉള്ളി, ഒരു ചെറിയ സവാള പൊടിയിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കറിവേപ്പിലയൊക്കെ ചേർക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് മഷ്റൂം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2-3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം.